നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രതീഷ് വരുകുമലയാണ്, BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വാർത്തയിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു രതീഷ് വരുകുമലയെ നമുക്ക് കിട്ടിയിട്ടില്ല, എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചാൽ അറിയണം എന്നുണ്ടായിരുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ അധികം തിരക്ക്, അതുതന്നെയല്ല ഒരു അപ്രതീക്ഷിത ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയാതെ പോയത്. ഇപ്പം നിലവിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതോടെ തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും വളരെ ഇപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ തദ്ദേശീയരായ പ്രവർത്തകരെല്ലാം കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനും അപ്രതീക്ഷിതമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ നിയമപരമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അതോടൊപ്പം തന്നെ നോമിനേഷൻ ഫയൽ ചെയ്യണമെങ്കിൽ അതിനുള്ള അഫിഡവിറ്റുകൾ തയ്യാറാക്കണം. ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ്, പിന്നെ ഞായറാഴ്ച അവധിയാണ്, തിങ്കളാഴ്ച 23-ാം തീയതിയാണ് നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് അത്തരം കാര്യങ്ങൾ തിരക്കായിപ്പോയി. പിന്നീട് നമ്മുടെ പ്രചരണ സാമഗ്രികളെല്ലാം എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒക്കെ ആയിപ്പോയി. യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോ തന്നെ എടുക്കുന്നത് ഇതിനെല്ലാം ശേഷമാണ്, ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളൊക്കെ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലായി, അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കാതിരുന്നത്. പക്ഷേ നമ്മുടെ പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സ്ഥാനാർത്ഥി ആര് വന്നാലും പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പാകത്തിന് പാർട്ടിയുടെ സംഘടനാ സംവിധാനം എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇടുക്കി നിയോജകമണ്ഡലത്തിൻ്റെ ഇൻചാർജായി പ്രവർത്തിച്ചുകൊണ്ടുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങൾ കൂടി ക്രമീകരിച്ച് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില കാലതാമസമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി എന്ന് തന്നെ പറയാം. കൂടുതൽ നമ്മളിപ്പം എല്ലാ പഞ്ചായത്തിലും നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ, അതുപോലെ തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല, അങ്ങനൊരു വസ്തുത കൂടിയുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ കാണാനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പീരുമേട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ വികസന കാഴ്ചപ്പാടുകൾ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു പഠനം നടത്തേണ്ട കാര്യമില്ല. കാരണം ഞാൻ ദൈനംദിനം കാണുന്നതാണ്, നിത്യേന ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു പഠനമൊന്നും എനിക്ക് നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ആളുകളിൽ നിന്ന് നേരിട്ടറിയാനും ഒക്കെയുള്ളൊരു യാത്രകളും ഈ കൂടെ ഇപ്പോൾ നടത്തി വരികയാണ്. അതെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏത് ഭാഗം വരെയായി നമ്മളിപ്പം പ്രചരണ പരിപാടി? നമുക്ക് ഈ ഒരു പര്യടനം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ എല്ലാ പഞ്ചായത്തിലും നടത്തിക്കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ ഈ കൺവെൻഷൻ, പ്രവർത്തക കൺവെൻഷൻ, പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തക കൺവെൻഷൻ നമ്മൾ നടത്തി കഴിഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ BJPയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഞങ്ങൾക്ക് ശക്തി കേന്ദ്ര എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. അതായത് 2 3 ഒരു 5 ബൂത്തുകൾ വരെ കൂടുന്ന സ്ഥലങ്ങളിൽ ഒരു ശക്തി കേന്ദ്ര സംവിധാനമാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടനാ പ്രവർത്തനം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. സ്ഥാനാർത്ഥി വന്നതിന് ശേഷം സ്ഥാനാർത്ഥിയുടെ പ്രചരണവും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അത് വളരെ കൃത്യമായി നമ്മൾ ഒരു സംഘടനാ സംവിധാനത്തിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ നിന്നുള്ള സംഘടനാ സെക്രട്ടറി അടക്കം ഉള്ള നേതാക്കന്മാർ വന്ന് ഉള്ള മീറ്റിങ്ങുകൾ ആ തലത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ പരമ്പരാഗത രീതിയാണല്ലോ മറ്റേ ഈ മൈക്ക് വണ്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പര്യടനം. അപ്പോൾ ആ പരമ്പരാഗത രീതിയിലും മാറ്റം വരുത്തേണ്ട എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് രഥം പോലുള്ള വാഹനങ്ങളൊക്കെ അലങ്കരിച്ചുള്ള സ്ഥാനാർത്ഥി പര്യടനം അത് നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നലെ ചക്കുവള്ളം പഞ്ചായത്തിലെ വിവിധ മേഖലയിൽ നമ്മൾ യാത്ര ചെയ്തു. ഇന്നിപ്പോൾ കുമളി പഞ്ചായത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നത്, സാധാരണ എല്ലാവരും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നത്. നമ്മളതിന് ഇപ്പോൾ ഈ സമയപരിമിതി മൂലം നമ്മളൊരു വ്യത്യാസം കൊണ്ടുവന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന രീതിയിലാണ്. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയങ്ങളിൽ മറ്റ് സമ്പർക്കങ്ങളും പ്രമുഖ വ്യക്തികളെ കാണാനും, അതോടൊപ്പം തന്നെ ഇപ്പോൾ തോട്ടം മേഖലയാണ്, അപ്പോൾ അതിൻ്റെ ലയങ്ങളുടെ ശോചിയാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ രാഷ്ട്രീയപരമായ പരാമർശം നടത്തുകയും പ്രസംഗങ്ങളിൽ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും നമുക്കത് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ജനങ്ങൾക്കും കൂടെ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള മീഡിയ പ്രവർത്തകരെ കൂട്ടി ഈ ലയങ്ങളൊക്കെ സന്ദർശിക്കുകയും ലയങ്ങളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അത് ജനങ്ങളിലേക്ക്
ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും ഈ തദ്ദേശീയ മാധ്യമ പ്രവർത്തകരിലൂടെയൊക്കെ എത്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനമാണ് ഞാനിപ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇതൊരു സംഘടനാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ നമുക്കറിയാം, കഴിഞ്ഞ ഇവിടെ പീരിമേഡിൽ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് LDF-നൊപ്പമാണ് നിൽക്കുന്നത്. LDF-ൻ്റെ കഴിഞ്ഞ തവണത്തെ MLA എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിപ്പെരിയാറുകാരനാണ് ശ്രീ വാഴൂർ സോമൻ. ഏതാണ്ട് 1800ഓളം വോട്ടിനാണ് വിജയിച്ചത്. ആ സമയത്ത് നമുക്ക് BJPക്ക് വലിയൊരു വോട്ടിൻ്റെ കുറവ് അവിടെ സംഭവിച്ചിരുന്നു. അത് കെ കുമാർ നമ്മുടെ 2015 ബിജു മോളുടെ ഒപ്പം മത്സരിക്കുമ്പോൾ 11,800ഓളം വോട്ടുകളുണ്ടായിരുന്നത് നേരെ താഴെ വന്നിരിക്കുകയാണ്. 7,000-ലേക്ക് എത്തി ശ്രീനഗരി രാജൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ. അപ്പം അത് നമുക്ക് മറികടക്കാൻ കഴിയുമോ? അതിനുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പോൾ വോട്ട് കുറഞ്ഞു പോയി, കഴിഞ്ഞ തവണ വോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് ഒരു രാഷ്ട്രീയ സാഹചര്യവും കൂടിയാണ്. പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയല്ല. അപ്പോൾ അന്ന് ഇപ്പോൾ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും വലിയ രീതിയിലുള്ള അതിർത്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇടതുപക്ഷം തന്നെ അവകാശപ്പെടുന്ന തൊഴിലാളികളുടെ ഒരു വോട്ട് ബാങ്ക്, വലതുപക്ഷവും അത് കുറച്ചൊക്കെ അവകാശപ്പെടുന്നു. പക്ഷേ ഈ തൊഴിലാളികൾ എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു കൊള്ളാം എന്നും ഞങ്ങളങ്ങനെ ചെയ്യും എന്നൊന്നും ആർക്കും എഴുതി കൊടുത്തിട്ടുള്ളതല്ല. ആരുടെയും അട്ടിപ്പേർ ഒന്നും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തൊഴിലാളികൾ അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിന് തുടർച്ചയായിട്ട് ജയമുണ്ടാകുന്നത് എന്നുള്ളത് അത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ, ഒരു മൂന്നാം ബദൽ എന്ന നിലയ്ക്ക് BJP അന്ന് ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കേരള രാഷ്ട്രീയം തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാൾ അതൃപ്തി പ്രകടിപ്പിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നത് എപ്പോഴാണ് BJP ചേരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് BJPയുടെ വളർച്ചയാണ്, BJPയുടെ നിലപാടുകളാണ്. അപ്പോൾ BJPയുടെ പ്രകടന പത്രിക എന്താണ് എന്നൊക്കെയാണ് എല്ലാവരും നോക്കുക. അപ്പോൾ ഇപ്പോൾ BJP കേരളത്തിൽ ഒരു മൂന്നാം ബദലായി മാറി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ 20% വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറി. അപ്പോൾ BJP ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു വളരുന്ന ഈ കേരളത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണിയുമായി വളർന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് വിജയിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ തോട്ടം മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് BJPക്ക് ശരിക്കും പറഞ്ഞാൽ രതീഷ് വഴുകുമല എന്ന് പറഞ്ഞ ആൾ MLA ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജനങ്ങളോട് പറയാൻ പറ്റുന്നത്? തോട്ടം മേഖലയുമായിട്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുൻപോട്ട് വയ്ക്കുന്നത് തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യമാണ്. അപ്പോൾ തോട്ടം മേഖല നിലനിൽക്കണം, തോട്ടത്തിലെ മുതലാളിമാരും നിലനിൽക്കണം. ഈ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് BJP. മുതലാളിമാരും തൊഴിലാളിമാരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇവർ രണ്ടും നിലനിൽക്കണം എന്നുള്ള കൺസെപ്റ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യം തന്നെയാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, മനുഷ്യാവകാശ ലംഘനമാണ്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള ലയം, ആ ലയങ്ങൾ നവീകരിക്കാത്ത എത്രയോ ലയങ്ങളാണ്. ഇപ്പോൾ ലയങ്ങളൊക്കെ നവീകരിക്കുന്നതിന് വേണ്ടി ഡയറക്ടറേറ്റ് ഉണ്ടാക്കി. പക്ഷേ എന്താണ്, അതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടായില്ല ഇപ്പോഴും. അപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു ചന്ദ്ര എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിയുടെ അമ്മയുടെ വീട് സന്ദർശിച്ചു. 4 തലമുറയായി അവരവിടെ ആ ലയത്തിലാണ് ജീവിക്കുന്നത്. ഈ ലയം വിട്ടിറങ്ങിയാൽ അവർക്ക് ഈ ഭൂമി മലയാളത്തിൽ ഒരു തരി മണ്ണില്ല. അപ്പോൾ ഇവർക്ക് ഈ റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് 3 സെൻറ്റ് സ്ഥലം കൊടുക്കണമെന്ന വ്യവസ്ഥയുണ്ട്. തൊഴിലാളികളുടെ വെൽഫെയർ യഥാർത്ഥത്തിൽ കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. ഏത് കമ്പനികളാണിത് പാലിക്കുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ പേരിൽ ഞങ്ങളാണ് വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്നൊക്കെ അവകാശപ്പെടുന്നവർ ഈ സാഹചര്യം പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കുക, അതോടൊപ്പം പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ അത് തുറന്ന് പ്രവർത്തിക്കുക. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെയും കൂടെ ചില സഹായങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, ചില അമെൻഡ്മെൻറ്റുകൾ നമ്മൾ കൊണ്ടുവരേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. ഞാൻ പറയുന്നു, BJP ജയിച്ചു വന്നാൽ, BJP പീരുമേട് നിയോജകമണ്ഡലത്തിൽ വിജയിച്ചാൽ, രതീഷ് വരകുമല ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും തോട്ടം മേഖലയിൽ ടീ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമ്മൾ രൂപീകരിക്കും. കേന്ദ്രത്തിനിപ്പോൾ സഹകരണ വകുപ്പുണ്ട്. അപ്പോൾ കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ടീ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ട്
ആദ്യപടി എന്നോണം 1000 കോടി രൂപയുടെ ഒരു എന്താണ് നമ്മുടെ ഒരു പദ്ധതി നമുക്കിവിടെ നടപ്പാക്കാൻ വേണ്ടി സാധിക്കും, ഒരു പാക്കേജ് നടപ്പാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായി തോട്ടം മേഖലയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാഗ്ദാനം. ഒരു വലിയ വാഗ്ദാനം തന്നെയാണ്. എന്തായാലും നമ്മുടെ മൂന്നാറിൽ എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് ചേർന്നപ്പോൾ തന്നെ അവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അത് തീർച്ചയായിട്ടും. ഞാൻ ഈ തോട്ടം മേഖലയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ പഠനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ മുതൽ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാനാണ്. കാരണം എങ്ങനെയാണ് ഈ തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കുക, ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ കമ്പനിക്ക് തന്നെ സാധിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം, സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് സഹായം വേണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഇവിടെ നിന്ന് ആരഭ്യർത്ഥിച്ചാലും ലഭിക്കും. പക്ഷേ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് അത് ചോദിച്ചു വാങ്ങാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും ടി എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിക്കും. 1000 കോടി രൂപയുടെ പാക്കേജ് ഇവിടെ തോട്ടം മേഖലയ്ക്ക് വേണ്ടി നമ്മൾ നടപ്പാക്കും. ആ കാര്യത്തിൽ അതോടൊപ്പം തന്നെ നമുക്ക് പീരുമേട് ഒരു ടൂറിസം മേഖലയുടെ ഒരു സാധ്യത ഒത്തിരി ഉള്ളൊരു പ്രദേശമാണല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്? വണ്ടിപ്പെരിയാറിന് തൊട്ടടുത്ത സ്ഥലമാണ്. ഈ സ്ഥലം തന്നെ കണ്ടാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് വിദേശികളായിട്ടുള്ള ആളുകൾക്ക് എന്തൊരു വ്യത്യസ്തമായ ഒരു മനോഹാരിതയായിരിക്കും. അപ്പോൾ ഈ പീരുമേടിൽ നമ്മളിപ്പോൾ പാഞ്ചാലിമേടോ വാഗമണ്ണോ തേക്കടിയോ അങ്ങനെ അറിയപ്പെടുന്ന പരുന്തംപാറയോ അങ്ങനെ അറിയപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് പലപ്പോഴും ഈ ടൂറിസ്റ്റുകൾ വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ 100-ലധികം ടൂറിസം ഡെസ്റ്റിനേഷനുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു പദ്ധതി, അതായത് ഈ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. അതോടൊപ്പം ടൂറിസം മേഖലയിലെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഏറ്റവും പ്രാഥമികമായി ടൂറിസം മേഖലയിൽ ആവശ്യമുള്ളത് പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ കൂടുതലും ഈ പ്രൈവറ്റ് ഹോട്ടലുകളിലൊക്കെയാണ് കൂടുതലും താമസിക്കുന്നത്. പക്ഷേ ഈ സ്വദേശികളായിട്ടുള്ള ആളുകൾ ഈ ടൂറിസം മേഖലയിൽ, ഇവിടുത്തെ ടൂറിസം മേഖലയിൽ വരുന്നുണ്ട്, വിനോദസഞ്ചാരികളായിട്ട് വരുന്നുണ്ട്. അവരൊന്നും ഇവിടെ വന്ന് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്ന ആളുകളല്ല. പക്ഷേ അവരുടെ ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനമില്ല. ഇനി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ ഒരു സുരക്ഷിതത്വമില്ല, അപ്പോൾ അവിടെ വൃത്തിയില്ല. അപ്പോൾ സ്ത്രീകളടക്കമുള്ള നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന മേഖലയിൽ നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ടൂറിസം മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മാത്രമല്ല പാർക്കിംഗ് സൗകര്യവും ഈ മേഖലയിലെ ടൂറിസം മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയാൽ ഇതെല്ലാം ഇവിടെ നടപ്പാക്കാം. ആ സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഈ സാധ്യതകളൊന്നും ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് എനിക്ക് ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനോടും ഉള്ളത്. കാരണം അവർക്ക് രണ്ടുപേർക്കും അവസരം ലഭിച്ചു. 20 വർഷം ഇടതുപക്ഷം ഇവിടെ പ്രതിനിധിയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് വലതുപക്ഷം ഇവിടെ പ്രതിനിധിയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇതിനോടൊരു സമീപനം ഉണ്ടായിട്ടില്ല. അപ്പം അതോടൊപ്പം തന്നെ നമുക്കൊരു ചോദ്യമുള്ളത്, അപ്പം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം പേഴ്സണലായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചേക്കാം. നമുക്കെന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് മണ്ഡലത്തിൽ. അപ്പം യുവാക്കളുടെ ഒരു വോട്ട് അല്ലെങ്കിൽ യുവാക്കൾ ഏത് രീതിയിലായിരിക്കും യുവാക്കളെ കാണുന്നത് എന്നുകൂടി നമുക്കൊന്ന് ചോദിക്കാം. യുവാക്കൾ തീർച്ചയായിട്ടും എനിക്ക് ജോലിയുടെ ഒരു വിഷയങ്ങൾ യുവാക്കൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ പിന്തുണ തരുന്നുണ്ട്. കാരണം ഞാനും ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു യുവാവാണ് എന്ന് പറയാവുന്ന ഒരാളാണ്. അപ്പോൾ ഈ നാട്ടിലെ യുവാക്കളുടെ അടിസ്ഥാനപരമായ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം അവർ സ്വയം പര്യാപ്തതയിൽ എത്തുക എന്നുള്ളതാണ്. അവർക്ക് വരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ വരുമാനം തേടിയാണ് അവർ വിദേശങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ അവരുടെ സ്വന്തം നാട്ടിൽ അവർക്ക് വരുമാനം ഉണ്ടാകാൻ സാധിക്കാൻ സ്വാഭാവികമായിട്ട് അവരിവിടെ നിൽക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് വേറെ ഒരു കാര്യം തേടിപ്പോകേണ്ടത് ഈ ടൂറിസം മേഖല തന്നെ പ്രയോജനപ്പെടുത്തിയാൽ മതി. ഈ ടൂറിസം മേഖല ഇവിടെയുണ്ട്. തോട്ടമുണ്ട്. തോട്ടം എന്ന് പറയുന്നത് തേയിലത്തോട്ടം മാത്രമല്ല, കാർഡമം എസ്റ്റേറ്റ് ഇവിടെ ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, ഇപ്പോൾ കൈതത്തോട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ വന്നാൽ തന്നെ അത് ഗവൺമെൻറ് മേഖലയിലും വരാം, സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് നടപ്പാക്കാം. അത്തരത്തിലുള്ള നല്ല സംരംഭങ്ങൾ വന്നാൽ തന്നെ ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ, നിരവധി തൊഴിലവസരങ്ങൾ കിട്ടും. അതുപോലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പറ്റിയ എത്രയോ നല്ല സൗകര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ പീരുമേട് നിയോജകത്തിൽ. അപ്പോൾ നിസ്സാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് ഈ തോട്ടം മേഖല, ഈ തേയിലത്തോട്ടം. അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടപ്പുകളടക്കം യുവാക്കൾക്ക്
പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പീരുമേട് നിയോജക മണ്ഡലത്തിലാണ് അണക്കരയിൽ നമ്മൾ വർഷങ്ങളായി ചിന്തിക്കുന്ന ഒരു വിമാനത്താവളം. ആ വിമാനത്താവളത്തിന് വേണ്ടി അതിൻ്റെ സാധ്യതാ പഠനത്തിന് വേണ്ടി തുക നമ്മൾ ഇതിനു മുമ്പ് വകയിരുത്തിയിട്ടുണ്ട്. സാധ്യതാ പഠനം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് നടപ്പാക്കാൻ സാധിച്ചില്ല. രതീഷ് വരകുമല ജയിച്ചാൽ, BJP ജയിച്ചാൽ അണക്കരയിൽ വിമാനങ്ങൾ പറന്നിറങ്ങും, യാതൊരു സംശയമില്ല. നമുക്ക് എയർ സ്ട്രിപ്പ് മതി, നമുക്ക് വലിയ വിമാനത്താവളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എയർ സ്ട്രിപ്പുകൾ മതി. ചെറു വിമാനങ്ങൾ പറന്നിറങ്ങുന്ന എയർ സ്ട്രിപ്പുകൾ വന്നാൽ തന്നെ നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിപ്പ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വരാം. ഇപ്പോൾ ഏത് രാജ്യത്ത് നിന്ന് ഇവിടെ ആളുകൾ വന്നാലും ഇടുക്കിയിൽ അവർക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ ഗ്രാമീണ റോഡുകളുണ്ട്. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പണിതിട്ടുള്ള, രാഷ്ട്രീയം പറയുന്നതല്ല, അപ്പോൾ കേന്ദ്ര സർക്കാർ പണി കഴിപ്പിച്ചിട്ടുള്ള റോഡുകളുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റേതാണെങ്കിലും സംസ്ഥാനത്തിൻ്റെതാണെങ്കിലും എല്ലാം നമ്മുടെ റോഡുകൾ തന്നെയാണ്. പക്ഷേ ഗ്രാമീണ റോഡുകളെയാണ് വിദേശ ടൂറിസ്റ്റ് സഞ്ചാരികൾ പോലും കൂടുതലും ഇടുക്കിയിൽ ആശ്രയിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ നമുക്കത്ര പ്രായോഗികമായ കാര്യമില്ല. പക്ഷേ ചെറു വിമാനങ്ങൾ വരാവുന്ന എയർ സ്ട്രിപ്പുകളുടെ സാധ്യത നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നടപ്പാക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പ് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വളരെ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് BJP സ്ഥാനാർത്ഥി ഇന്ന് പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. എല്ലാവിധ ആശംസകളും നമ്മുടെ റെയിൻബോ ടിവിയുടെ ഭാഗമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. ഓക്കെ.